അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് മുസ്തഹബിൻ്റെ മറ്റൊരു പേര്. ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജറാദ്, ത്വാഹിർ, കറാഹത്ത്, നഫ്ല്, ഖളാ, സുന്നത്ത്. അപ്പോൾ മുസ്തഹബിൻ്റെ മറ്റൊരു പേരാണ് നഫ്ല് എന്നുള്ളത്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും നഫ്ല് എന്നെടുത്തെഴുതുക. 2, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ്. ഏത് നിസ്കാരത്തെയാണ്? ഖളാ. അപ്പോൾ ഖളാ എന്നിവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. അതിനാണ് എന്ത് പറയുക? ത്വാഹിർ എന്ന് പറയാം. ബ്രാക്കറ്റിൽ നിന്നും ത്വാഹിർ എന്നെടുത്തെഴുതുക. 4, നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ് ജറാദ്. ജറാദ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെട്ടുകിളി. ഇനി 5ാമത്തത് വുളൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ. അത് കറാഹത്താണ്. അപ്പോൾ അവിടെ കറാഹത്ത് എന്ന് എഴുതി ചേർക്കുക. ഇനി നമുക്ക് 2ാമത്തെ ഭാഗം നോക്കാം, ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളും അതിൻ്റെ നേരെ 3ഓളം ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ആദ്യം 1, ഹൈളിൻ്റെ ചുരുങ്ങിയ സമയം 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം. 1 ദിവസം എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2, തയമ്മുമിൻ്റെ ഫർളാകുന്നു. മുഖം തടവൽ, തല തടവൽ, കാല് തടവൽ. മുഖം തടവലാണ്. അപ്പോൾ അവിടെ മുഖം തടവൽ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3ാമത്തത് ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ. ഫർള്, ഷർത്ത്, സുന്നത്ത്. സുന്നത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4, ഫാത്തിഹയിൽ പെട്ടതാണ്. അഊദു ബിസ്മി വജ്ജഹ്തു. ബിസ്മി എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 5ാമത്തെ ചോദ്യം സുബ്ഹിൽ സുന്നത്താണ്. അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, ഖുനൂത്ത്. അപ്പോൾ ഖുനൂത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തത് യോജിച്ച സ്ഥാനത്ത് എഴുതാം. അപ്പോൾ താഴെ 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. വുളൂഇൻ്റെ ഷർത്ത്, വുളൂഇൻ്റെ ഫർള്, വുളൂഇൻ്റെ സുന്നത്ത്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ ഈ 3 കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും അതിൻ്റേതായ കോളത്തിൽ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് നിയ്യത്ത്, തല തടവൽ, ഖിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, വെള്ളം തഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് നോക്കാം, നിയ്യത്ത്. നിയ്യത്ത് എന്തിൽ പെട്ടതാണ്? വുളൂഇൻ്റെ ഫർളിൽ പെട്ടതാണ്. അപ്പം വുളൂഇൻ്റെ ഫർള് എന്നുള്ള കോളത്തിൽ നിയ്യത്ത് എഴുതുക. 2ാമത്തത് തല തടവൽ. അപ്പം തല തടവൽ വുളൂഇൻ്റെ എന്തിൽ പെട്ടതാണ്? വുളൂഇൻ്റെ ഫർളിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ തല തടവൽ എന്നുള്ളത് വുളൂഇൻ്റെ ഫർള് എന്നുള്ള കോളത്തിൽ എഴുതുക. ഇനി 3ാമത്തത് ഖിബിലക്ക് മുന്നിടൽ. അത് വുളൂഇൻ്റെ സുന്നത്തിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ സുന്നത്ത്, വുളൂഇൻ്റെ സുന്നത്ത് എന്നുള്ള കോളത്തിൽ ഖിബിലക്ക് മുന്നിടുക എന്ന് എഴുതുക. ഇനി മിസ്വാക്ക് ചെയ്യൽ, അതും വുളൂഇൻ്റെ സുന്നത്തിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ മിസ്വാക്ക് ചെയ്യൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി വെള്ളം തഹൂറായിരിക്കണം. അത് വുളൂഇൻ്റെ ഷർത്തിൽ പെട്ടതാണ്, വെള്ളം തഹൂറായിരിക്കണം എന്നത്. അപ്പോൾ അത് വുളൂഇൻ്റെ ഷർത്ത് എന്ന കോളത്തിൽ എഴുതുക. ഇനി അടുത്തത് അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ, അതും വുളൂഇൻ്റെ ഷർത്തിൽ പെട്ടതാണ്. അപ്പം ആ കോളത്തിൽ അത് എഴുതുക. അപ്പോൾ വുളൂഇൻ്റെ ഷർത്ത് ഏതൊക്കെയാണ്? വെള്ളം തഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. വുളൂഇൻ്റെ ഫർള് തല തടവൽ, നിയ്യത്ത്. ഇനി വുളൂഇൻ്റെ സുന്നത്ത് ഖിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ. ഇനി 2ാമത്തെ ഭാഗം നോക്കാം. ഖുത്ബയുടെ ഫർള്, പിന്നെ ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്. ഈ 3 കാര്യങ്ങളും ആ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം ഖുത്ബയുടെ ഫർള് ഏതൊക്കെയാണ്? അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതുമാണ്. പിന്നെ ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്ത് 40 ആളെ കൊണ്ടായിരിക്കുക.
ളുഹറിൻ്റെ സമയത്തായിരിക്കുക. അപ്പം അതൊക്കെ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതണം. ഇനി ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത് മുസ്ലിമാവുക, സ്വതന്ത്രനാവുക. അപ്പോൾ അത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജുമായുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത് ഖതീബ് ഏതൊക്കെയാണ്? അപ്പോൾ ജുമാ അല്ലാത്ത ഖുതുബയുടെ ഷർത്താണ് ഏതൊക്കെ? ഖതീബ് പുരുഷനായിരിക്കുക, അറബിയിലായിരിക്കുക എന്നുള്ളത്. ഒന്നുകൂടെ നോക്കാം. ജുമാ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത് ഖതീബ് പുരുഷനായിരിക്കുക എന്നതും അറബിയിലായിരിക്കുക എന്നതുമാണ്. ഇനി രണ്ടാമത്തത് ഫിത്തുർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം അതെപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ്. ഇനി മൂന്നാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ. ഒന്ന് നിയ്യത്താണ്, രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക, അഥവാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, ഒഴിവാക്കുക. ഇനി അഞ്ചാമത്തത് ക്രമത്തിൽ എഴുതാം. രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്രമം തെറ്റിച്ചാണ്. അപ്പോൾ അത് ക്രമത്തിൽ എഴുതാനാണ്. ഒന്നാമത്തത് മത്ഹറത്തുൻ ലി റബ്ബി ലിൽ ഫമി അസ്സിവാക്കു മർലാത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും? ക്രമത്തിലാക്കി എഴുതുമ്പോൾ അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർലാത്തുൻ ലി റബ്ബി എന്ന് വരും. രണ്ടാമത്തത് അസ്വലാത്തു അഹദുക്കും ഇദാ ഹളറത്തി ഫൽയുഅദ്ദിൻ ലക്കും. അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും എന്ന് വരും. ഇനി ആറാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. അപ്പോൾ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. ഒന്ന്, ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. അപ്പോൾ അവിടെ ഉംറ എന്ന് എഴുതുക. രണ്ടാമത്തത് ഫർള് നോമ്പിന് ഫജ്റിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബ്. അപ്പോൾ അവിടെ വാജിബ് എന്ന് എഴുതുക. 3, കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം. അപ്പോൾ അവിടെ ഹറാം എന്ന് എഴുതുക. 4, റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. തറാവീഹാണ് അതിൻ്റെ ഉത്തരം. ഇനി ഏഴാമത്തത് പൂർത്തിയാക്കാം. താഴെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. അപ്പോൾ അവിടെ വിത്ർ എന്നതും 20 റക്അത്ത് എന്നുള്ളതുമാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് റബ്ബന ലക്കൽ ഹംദു ഡേഷ് അസ്സമാവാത്തി ഡേഷ് വമിൽഅ മാ ശിഅത മിൻ ഡേഷ് ബഅദ്. അപ്പോൾ അത് പൂർത്തിയാക്കി എഴുതുമ്പോൾ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് വരും. മൂന്നാമത്തത് 5 ഒട്ടകത്തിന് 1 ആടും 30 പശുവിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് ഒരാടും സക്കാത്തായി നൽകണം. അപ്പം അതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി ഏറ്റവും അവസാനത്തത് 8ാമത്തതാണ് ഉത്തരം എഴുതാം. ചോദ്യം 1, നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം. അപ്പോൾ നിസ്കാരത്തിൽ 3 തരം ഫർളുകളാണുള്ളത്. ഒന്ന് ഖൗലി, രണ്ടാമത്തത് ഫിഅലി, മൂന്നാമത്തത് ഖൽബി. ഖൽബി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടും, ഖൗലി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടും പറഞ്ഞു ചെയ്യുന്നതും, പിന്നെ ഫിഅലി എന്ന് പറഞ്ഞാൽ പ്രവർത്തനവും. അപ്പം ഖൗലിയാണ് ചോദിച്ചത്. അത് തക്ബീറത്തുൽ ഇഹ്റാമും ഫാത്തിഹയും തശഹുദും സ്വലാത്ത്, സലാം. ഇനി രണ്ടാമത്തത് ജംഉ തഖ്ദീം എന്നാൽ എന്ത്? അസ്ർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കൽ. ഇതിനാണ് എന്ത് പറയുക? ജംഉ തഖ്ദീം എന്ന് പറയുക. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം, ഹജ്ജിൻ്റെ മീഖാത്തുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? യലംലം, ദുൽഹുലൈഫ, ഹുജുഫ, ഖർനുൽ മനാസിൽ, ദാത്തു അഖിറഖ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.